ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും വാങ്ങിയ പ്രൊഡക്ട്സാണ് പരിചയപ്പെടുത്തി തരുന്നത് കേട്ടോ. ഇത് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റാണ്. പിന്നെ ഇതിൻ്റെ യൂസേജ് നമ്മുടെ ബാത്റൂമിൻ്റെ കോർണറിലോ അല്ലെങ്കിൽ കിച്ചണിൻ്റെ കോർണറിലൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്റ്റോറേജ് റാക്ക് തന്നെയാണിത്. ഇതിൻ്റെ വില വന്നിട്ട് 279 രൂപയാണ്. ഒരു പാക്കിൽ വന്നിട്ടുള്ളത് 2 എണ്ണമാണ്. ഇതെങ്ങനെയാണ് പ്ലേസ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാനൊരു സൈഡിൽ കാണിച്ചു തരാം. ഇതേപോലെയാണ് പ്ലേസ് ചെയ്യേണ്ടത്. അതിൻ്റെ 2 സ്റ്റിക്കറാണുള്ളത്. അതൊരു സ്റ്റിക്കറാണ്. ഈ സ്റ്റിക്കർ ഒട്ടിക്കുക, എവിടെ നമുക്ക് പ്ലേസ് ചെയ്യേണ്ടത് അവിടെ പ്ലേസ് ചെയ്താൽ മതി കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് തന്നെ ഒട്ടിക്കാൻ പറ്റും. പിന്നെ അടുത്ത് വന്നിട്ടുള്ളത് ഒരു സ്റ്റോറേജ് റാക്ക് തന്നെയാണ്. ഇത് നല്ലൊരു ഹോം ഡെക്കോർ ഷെൽഫ് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ 2 സൈഡിലും നല്ല മെറ്റാലിക് ഗോൾഡൻ കളറിൽ വന്നിട്ടുള്ള 2 ഹാങ്ങിങ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഹാങ്ങിങ്ങിൽ ഇത് പ്ലേസ് ചെയ്ത് വെക്കുന്ന സമയത്ത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ വില വന്നിട്ട് 409 രൂപയാണ്. നല്ല അടിപൊളി പാക്കിംഗ് ആണ്, കണ്ടില്ലേ നിങ്ങൾ? നല്ല പാക്കിംഗ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഈ ഗോൾഡൻ മെറ്റാലിക്കിൻ്റെ കളറും കൂടെ അതൊക്കെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് നമുക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ സ്ക്രൂ തന്നിട്ടുണ്ട്. അത് സ്ക്രൂ കൊണ്ട് ചെയ്യേ അല്ലെങ്കിൽ ഇപ്പം സ്ക്രൂ പോലെ തന്നെ ടൈപ്പിലുള്ള ഒരു സ്റ്റിക്കറൊക്കെ ഇപ്പോൾ കിട്ടും. അത് വേണമെങ്കിൽ യൂസ് ആക്കാം. അപ്പോൾ നമ്മൾ ചുമരൊന്നും കേടുവരുത്തേണ്ട ആവശ്യമില്ല. അതിൻ്റെ വീഡിയോസോ അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാനത് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇതിൻ്റെ മുമ്പുള്ള വീഡിയോയിലൊക്കെ ഞാനിതെങ്ങനെ പ്ലേസ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ലിവിങ് റൂമിൽ വേണമെങ്കിലോ കിച്ചണിൽ വേണമെങ്കിലോ എന്തിനു വേണമെങ്കിലും നമുക്കിത് യൂസ് ആക്കാം. ലിവിങ് റൂമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്. ഫ്ലവർ പോട്ട് വെക്കാനോ അല്ലെങ്കിൽ നമുക്ക് കിച്ചണിലാണെങ്കിൽ ബോട്ടിൽസ് വെക്കാനൊക്കെ നല്ലൊരു ഹാങ്ങിങ് തന്നെയാണ്. കാരണം ഞാനിത് സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഇത് എങ്ങനെ പ്ലേസ് ചെയ്യേണ്ടതെന്നുള്ളത്. മസ്റ്റായിട്ട് വാങ്ങിക്കോളൂ, നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. അടുത്ത പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുള്ളത് ആമസോണിൽ തന്നെയാണ്. ഇതെന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇതൊരു സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വന്നിട്ടുള്ള ഒരു ഹോൾഡറാണ്. നൈഫ് ഹോൾഡറും സ്പൂൺസിൻ്റെ ഹോൾഡറും കൂടി കൂടിയിട്ടുള്ള ഒരു നല്ലൊരു സെറ്റാണ് കേട്ടോ. നല്ലൊരു കിച്ചണിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. നമുക്ക് നൈഫൊക്കെ നല്ല വൃത്തിക്ക് സൂക്ഷിക്കാനും സ്പൂൺസൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന നല്ലൊരു ഹോൾഡറാണ്. ഇതിൻ്റെ കൂടെ വന്നിട്ട് കുറേ സ്പൂൺസ് ഹോൾഡറുകളും കൂടെ ഉണ്ട്. നമുക്ക് സ്പൂൺ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു കപ്പും ഉണ്ട്. പിന്നെ ഇങ്ങനെ ഹുക്സും കൂടി ഉണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ. ഇതെങ്ങനെ പ്ലേസ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ട് അവർ നമുക്കൊരു പേപ്പറിൽ കാണിച്ച് തന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണ് പ്ലേസ് ചെയ്ത് വെക്കേണ്ടത് എന്നുള്ളത് ഞാൻ സൈഡിൽ കാണിച്ചു തരാം. ഇതേപോലെയാണ് കേട്ടോ. നല്ല വൃത്തിക്ക്. പിന്നെ നമ്മളിതിൻ്റെ കൂടെ ഒരു ടവൽ കൂടി വെക്കാനുള്ള ഹോൾഡർ ഉണ്ട്. പക്ഷേ അതിൽ അത്ര വലിയ ടവലൊന്നും വെക്കാൻ പറ്റില്ല. നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് കൈയൊക്കെ തുടക്കാൻ വേണ്ടിയിട്ടുള്ള ടവലൊക്കെ വെക്കാനുള്ള ഒരു സെറ്റപ്പ് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ ഒരു പശ വന്നിട്ടുണ്ട്. പശ അത്ര പെട്ടെന്നൊന്നും ഒട്ടില്ല. പിന്നെ നമ്മൾ ഒട്ടിച്ച് നോക്കി അങ്ങനെ പെട്ടെന്നൊന്നും ഒട്ടിയിട്ടില്ല. ഇത് കൂടുതൽ നല്ലത് സ്ക്രൂ ചെയ്തിട്ട് വെക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. ഇതിൻ്റെ കൂടെ വലിയ സ്പൂൺസൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഹുക്സാണിത് കേട്ടോ. നല്ല അടിപൊളി സാധനമാണ്. ഇത് സ്ക്രൂ ചെയ്ത് വെച്ചിട്ടാണ് ഇതിൻ്റെ മുകളിലാണ് ഇത് ഹോൾഡ് ചെയ്ത് വെക്കേണ്ടത്. അടിപൊളി സാധനമാണ്. ഇതിൻ്റെ വില വന്നിട്ട് 301 രൂപയാണ് കേട്ടോ. അടുത്ത പ്രൊഡക്റ്റ് വന്നിട്ട് ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. 12 സെറ്റ് വരുന്ന ഒരു എയർ ടൈറ്റ് കണ്ടെയ്നർ സെറ്റാണ്. ഇതിൻ്റെ വില വന്നിട്ട് 451 രൂപയാണ് കേട്ടോ. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് പ്ലാസ്റ്റിക്കാണ്. ഇതിൻ്റെ ലിഡിൻ്റെ കളർ ബ്ലാക്കാണ്. ഇതൊരു ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക് കണ്ടെയ്നർ സെറ്റാണ്. നമ്മൾ ഗ്രോസറി ഐറ്റംസൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഇതിൽ കാണാൻ. അപ്പോൾ ഇതേപോലത്തെ ഓൺലൈൻ പർച്ചേസിങ്ങിൻ്റെ പ്രൊഡക്റ്റിനെ കുറിച്ച് പരിചയപ്പെടണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ തീർച്ചയായിട്ടും കാണാം. സബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായാലും സബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങളൊക്കെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്താണെങ്കിലും നിങ്ങളത് കമൻറ്റായിട്ട് എന്നെ അറിയിക്കുക കേട്ടോ. ഈ പ്രൊഡക്ട്സിൻ്റെയൊക്കെ ലിങ്ക് വേണ്ടവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും.